ബിഗ് ബോസിൽ ഇന്നലെ നടന്നത് എന്താ? ഞാൻ പറഞ്ഞില്ലേ കളിയെ കുതിവിടുമെന്ന് പറയുന്ന കണക്ക് അനീഷ് അനിമോൾ കോംബോ ഇന്നലെ മൊത്തം അതായിരുന്നു. ഒരു ടാസ്ക് പോലും ബിഗ് ബോസ് കൊടുത്തില്ല, അതിട്ട് റൺ ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ പ്രമോയിലും അത് തന്നെയാണ്. അനീഷ് അനിമോൾ വിഷയത്തെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ പ്രമോ തന്നെ ലാലേട്ടൻ പറയുന്നത്. അനീഷെ അത് അത് ലവ് ആയിട്ടാണോ തോന്നിയത് അതോ അല്ലയോ? അപ്പം പറയാണ് ലാലേട്ട ചെറുതായിട്ട് ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ അനീഷ് പറയുന്നതുണ്ടായി. എന്തായാലും അനീഷ് ഒരു സ്ത്രീവിരുദ്ധൻ എന്നാണ് പറഞ്ഞാണ് ആദ്യം വന്നത്. ഇപ്പം മാറ്റി പറയേണ്ടി വന്നു സ്ത്രീവിരുദ്ധൻ. എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട് ഇപ്പം സ്ത്രീവിരുദ്ധനൊന്നുമല്ല. ഇങ്ങനെ സ്ത്രീവിരുദ്ധനാണെങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ മുഖത്ത് പോലും നോക്കൂല. ഇങ്ങനെ സ്ത്രീകളെ മുഖത്ത് നോക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, അടി കൂടുന്നു, എല്ലാം നടക്കുന്നുണ്ട്. സ്ത്രീവിരുദ്ധം പോലും. പിന്നെ അനീഷ് കളിച്ച ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനീഷ് മുള്ളിത്തട്ടി തന്നെയാണ് പറഞ്ഞത്. അനുമോക്ക് എന്തായാലും ഇത് കാരണം നല്ല രീതിയിലുള്ള ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ഇനി എന്താണ് പുറത്തുണ്ടാവുന്നതെന്നുള്ള പേടിയാണ്, അല്ല വേറൊന്നുമല്ല. അനുമോക്കൊരു കിളി പോയ അവസ്ഥയായിരുന്നു. ഷാനവാസ് ചോദിച്ചു അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാട്ടാ ഗേൾസ് തമ്മിലുള്ള പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അനുമോക്ക് എന്തോ കണക്ക് അതൊന്നും അല്ല അനുമോക്കുള്ള പ്രശ്നമെന്നുള്ള കിളി പോയ അവസ്ഥയായിരുന്നു. ഈ അനീഷ് ഇത് പറഞ്ഞതിന് ശേഷം ഉള്ള ഇൻട്രാക്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളെ. എന്തായാലും അനീഷിനൊരു ബിഗ് നോയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അനീഷ് ആ സെക്കൻഡ് അവിടുന്ന് വലിഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരുടെയും കേൾക്കണം, അതിന് വില കൊടുക്കണമായിരുന്നു അനീഷ്. എന്നാലും അനീഷ് അത് കേൾക്കാൻ നിൽക്കാതെ വലിഞ്ഞു, അത് കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുന്നത് മെച്ചുവറായിട്ടൊരു മറുപടിയാണ് അനുമോൾ അവിടെ കൊടുത്തത്. അനുമോൾ നല്ലൊരു മറുപടിയാണ് അവിടെ കൊടുത്തതെന്ന് എനിക്ക് കൃത്യമായിട്ടും പറയാം. കുടുംബത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടൊരു മറുപടി കൊടുത്ത് അതവിടെ തീർത്തു. 2 കൊല്ലം കഴിഞ്ഞാൽ കല്യാണമുള്ളൂ, ചെറിയ രീതിയിലാണ് കല്യാണം നടത്താൻ താല്പര്യം എന്നൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അതാണ് വേണ്ടത് കൃത്യമായിട്ടും. എനിക്കൊന്ന് എവിക്ഷൻ പ്രൊമോ വേണം. എല്ലാവരും എഴുന്നേപ്പറ്റി നിർത്തി നോറ ഇരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച്. എന്തായാലും ഈ ഒരു പ്രശ്നം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് പാട്ടാ ഗേൾസും അനുമോളുമായിട്ടുള്ള പ്രശ്നം അങ്ങ് സോൾവ് ആയി കിട്ടി. അല്ലായിരുന്നെ അത് ഇന്നലെ കൊണ്ട് അതങ്ങ് സോൾവായി. അവർ രണ്ടും പിന്നെയും പഴയത്തെ കെമിസ്ട്രി ആയില്ലേലും നോറയ്ക്ക് ഇതുവരെ ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് തുടരണമെന്നൊരു താല്പര്യം ഇല്ലാത്തൊരു മട്ടിലാണ് നോറ നിൽക്കുന്നത്. പക്ഷെ അതിലേക്ക് അങ്ങനെയൊന്നുമില്ല. അതിലെ മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നോറ അത്രയും സിങ്ക് ആയിട്ടില്ല ഇതുവരെ. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ അവരുടെ പ്രശ്നമെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയി. പിന്നെ അതേ കണക്ക് തന്നെ അക്ബർ ഖാനും അനുമോളുമായിട്ടുള്ള പ്രശ്നം ഇന്നലെ സോൾവ് ആയ കണക്കാണ് കാണിച്ചേക്കുന്നത്. അവർ പോയി സംസാരിക്കുന്ന കണ്ടു. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ എപ്പിസോഡ് അനുമോളും അനീഷും തൂക്കി. എന്ന് വെച്ചാൽ അനീഷിൻ്റെ ആ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഒരാളെ ഇഷ്ടം തോന്നാം, അതിൽ ആണും പെണ്ണുമാണ്, ഒരാൾക്ക് ഇഷ്ടം തോന്നാം, അത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ അനീഷും അനുമോളൂടെ ഒരുമിച്ചുള്ള അവസ്ഥയിലേക്ക് നോക്കിയാണ് അലുവയും മത്തിക്കറിയും കണക്കെ ആയിരിക്കും. ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. അതെല്ലാവരും കണ്ടപ്പോഴേ തോന്നി. എന്തായാലും ഞാൻ ഞെട്ടിയിട്ടില്ല. എനിക്ക് നേരത്തെ അറിയാം ഇത് കാര്യമാവുന്ന കേസാണ്. ഞാൻ പഴയ വീഡിയോസിലും പറഞ്ഞ അനുമോൾ അനീഷ് ലവ് ട്രാക്ക് എന്നുള്ള പറ്റി എനിക്ക് തോന്നുന്നു ഒരു കയ്യിൽ അനുമോളും ഒരു കയ്യിൽ അനീഷും അത് മസ്റ്റായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അനുമോൾ കപ്പ് തൂക്കും, ചിലപ്പോൾ അനീഷ് കപ്പ് തൂക്കും. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിലാണ് പോയ കണ്ടസ്റ്റൻ്റെല്ലാം തിരിച്ചു വരുമ്പോൾ ഈ വിഷയം പിന്നെയും ചർച്ചയാവും. ഇത് ചർച്ചയാവാതിരിക്കത്തില്ല. ഇപ്പം തന്നെ PR ടീംസൊക്കെ ഇത് നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അനുമോക്ക് അത്ര PR അല്ലെന്നാണ്, OR ആണ്, ORM അങ്ങനെ എന്തോണ് ORM ആണ് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. അനുമോക്ക് അങ്ങനെയാണ് പോകുന്നത്. വലിയ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അനുമോൾ ORM ആണ് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയത്. അതേ കണക്ക് തന്നെ അടുത്ത ആഴ്ച ടീം കഴിഞ്ഞു പോയ കണ്ടസ്റ്റൻസ് കൂടെ വരുമ്പോൾ ഈ വിഷയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞു വിട്ടേക്ക്. ഈ വിഷയത്തെ പറ്റി ഒരുപാട് ചർച്ച അവിടെ ഉണ്ടാവും, നല്ല രീതിയിൽ ചർച്ച ഉണ്ടാവുകയും ചെയ്യും, ഇതിനെപ്പറ്റി പറയുകയും ചെയ്യും. അനുമോൾ അനീഷ് വിഷയം നല്ല രീതിയിൽ കത്താൻ ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച. ഈ ആഴ്ചയിലെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിലെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച സാറ്റർഡേ എപ്പിസോഡ് ഈ വിഷയം തന്നെയാണ് മെയിൻ. ഷാനവാസൊക്കെ വിളിച്ച് നിൽക്കുന്നുണ്ട്. ഷാനവാസ് അറിഞ്ഞിട്ടും ഈ വിഷയത്തെപ്പറ്റി ഇഷ്ടമുണ്ടായിരുന്നു ലാലേട്ട എന്ന് അനീഷ് പറയുന്നത് കേട്ടപ്പോൾ ഷാനവാസ് തുറന്നു. ഷാനവാസ് പല കാര്യങ്ങളും അനീഷിനെ പറ്റി പഠിച്ചിട്ടുമുണ്ട് കേട്ടോ. അത് അനീഷ് ഇന്നലെ ഷാനവാസ് പറഞ്ഞപ്പോഴേ തോന്നി. അനീഷ് വലുതായിട്ട് ചിരിക്കാറില്ല, ചിരിക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിൽ തട്ടിയേ ചിരിക്കാറുള്ളൂ, കാര്യങ്ങൾ പറയുന്നെങ്കിൽ അങ്ങനെ പറയാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയൊരു 8 ദിവസം കൂടെ ബിഗ് ബോസ് ഒരു 8 ദിവസം കൂടെ കഴിയുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ആവും ബിഗ് ബോസ്. അപ്പം ഇനി എന്ത് ചെയ്യും, എന്ത് കണ്ടൻറ്റാണുള്ളതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്തിരി റീച്ച് ഉണ്ടായി തുടങ്ങിയത്.
നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇത്ര റീച്ച് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി സാധാരണ വോട്ടിംഗ് റിസൾട്ട് വീഡിയോയ്ക്കാണ് എനിക്ക് റീച്ച് കിട്ടാറുള്ളത്. ഈ റിയാക്ഷൻ വീഡിയോസിനൊന്നും വലിയ റീച്ചൊന്നുമില്ല. നിങ്ങൾ കണ്ട് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യാതെ എൻ്റെ വീഡിയോ ഒരിക്കലും പ്രൊമോട്ട് ആവില്ല. പ്രൊമോട്ട് ചെയ്യുക, കമൻറ്റ് കൂടെ രേഖപ്പെടുത്തിയേക്കണേ. എന്തെങ്കിലും ഒരു കമൻറ്റ്, കൊള്ളാമെന്നോ കണ്ടസ്റ്റൻസിനോ എന്ത് കണ്ടസ്റ്റൻസ് ഇഷ്ടപ്പെട്ടെന്നോ എന്തെങ്കിലും. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ നല്ല രീതിയിൽ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ വിഷയം തന്നെയാണ് തുടർന്ന് പോയത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി.